ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. വളരെ നൊസ്റ്റാൾജിക് ആയതും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. മലയാളിയെ പൊതിച്ചോറ് കേട്ടാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. രുചി വൈവിധ്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ അമ്മമാരുടെ ഒരു സ്നേഹമണം കൂടെയാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത്. ഓരോ പൊതിച്ചോറിനും പറയാൻ ഓരോ കഥകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊതിച്ചോറ് ഉണ്ടാക്കി തുടങ്ങാം. ഇന്നത്തെ എൻ്റെ പൊതിച്ചോറിൽ ഞാൻ ഉണ്ടാക്കുന്നത് പയർ ഉലർത്തിയതും നല്ല ചീരപ്പേരിയും തേങ്ങാ ചമ്മന്തിയും മുട്ട പൊരിച്ചതും ചിക്കൻ പൊരിച്ചതുമാണ്. അപ്പോൾ ആദ്യം തന്നെ പയർ ഉലർത്തിയെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും ഉപ്പും പച്ചമുളകും കുറച്ച് ഓയിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചങ്ങ് വേവിക്കുക. ഏകദേശം വെന്ത് വരുമ്പോൾ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള പയർ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ചീരപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ടിട്ടുള്ള ചീരപ്പേരി. അപ്പോൾ റെസിപ്പീസ് ഒന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള വിഭവങ്ങളാണ് എല്ലാം തന്നെ. പണ്ടൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്താണ് ഒരുപാട് പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളത്. അന്നൊക്കെ പൊതിച്ചോറ് കെട്ടുമ്പോൾ പാത്രം കഴുകണ്ടല്ലോ എന്നുള്ള സമാധാനമാണ് ആദ്യം ഉണ്ടാവുക മനസ്സിൽ. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് ഈ പൊതിച്ചോറൊക്കെ കിട്ടാതായപ്പോഴാണ് ഇതിൻ്റെ രുചിയും ഇതിൻ്റെ വില എന്തായിരുന്നത് ശരിക്കും മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ചീരപ്പേരി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചീരപ്പേരി റെഡിയായി കിട്ടും. അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് നല്ല തേങ്ങാ ചമ്മന്തിയാണ്. തേങ്ങാ ചമ്മന്തി ഇല്ലാതെ പൊതിച്ചോറില്ല എന്ന് തന്നെ പറയാം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തേങ്ങാ ചമ്മന്തി ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്താൽ ഉഷാറായി. അപ്പോൾ നമ്മൾ തേങ്ങാ ചമ്മന്തിയും റെഡിയായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പൊരിച്ചതാണ്. മീൻ പൊരിച്ചതില്ല, അതുകൊണ്ട് ചിക്കൻ പൊരിച്ചതാണ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള ഒരു നോർമൽ മസാലയിൽ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കനാണ്. അപ്പം ചിക്കൻ ഇതാ എണ്ണയിൽ അങ്ങ് നന്നായിട്ട് അങ്ങ് വറുത്ത് കോരുക. അപ്പം ഏകദേശം ചിക്കനും ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് പൊതിച്ചോറിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വന്തം ഓംലെറ്റാണ്. അപ്പോൾ ഇതാ മുട്ട പൊട്ടിച്ചൊഴിച്ച് പച്ചമുളകും ചെറിയ ഉള്ളിയും ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഓംലെറ്റും ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാനുള്ള വാഴയുടെ ഇല തീയുടെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോറ് നമ്മുടെ ആ ഒരു ഇലയുടെ വലിപ്പത്തിനനുസരിച്ചുള്ളൊരു ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ വിഭവങ്ങളും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചോറിൻ്റെ മുകളിൽ തന്നെ മാക്സിമം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ കറക്റ്റായിട്ട് നമുക്കത് കെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പയറുലർത്തിയതും നല്ല ചീരപ്പേരിയും ഓംലെറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അസല് തേങ്ങാ ചമ്മന്തി ചെറിയൊരു ഉരുളയാക്കിയിട്ട് ഉരുട്ടിയതിന് ശേഷം ഈ ചോറിലേക്ക് അങ്ങ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മൊത്തം ആ ചൂട് ചോറിലേക്ക് അങ്ങ് ഇറങ്ങും. ഇനി അവസാനമായിട്ട് ചിക്കൻ പൊരിച്ചത് ഞാൻ ഡയറക്റ്റ് ചോറിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല. അത് സെപ്പറേറ്റ് ചെറിയൊരു ഇല എടുത്തിട്ട് അതിൽ പൊതിഞ്ഞിട്ട് ഇതിനകത്ത് വെക്കുകയാണ്. അപ്പോൾ ചിക്കനും ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാഴയുടെ ഇല നന്നായിട്ട് നല്ല ഭദ്രമായിട്ട് അങ്ങ് കെട്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ റോളിലോ പൊതിഞ്ഞ് കെട്ടി അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പൊതിച്ചോറാണെങ്കിൽ രാവിലെ തന്നെ അത് ഉണ്ടാക്കി കെട്ടി വെച്ചാൽ കറക്റ്റ് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും. എത്ര സമയം പൊതിച്ചോറ് ഇരിക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം ഉച്ചയ്ക്കുള്ളതാണെങ്കിൽ രാവിലെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഇതാ പൊതിച്ചോറ് നമുക്ക് ഭദ്രമായി കെട്ടിയിട്ട് ഇനി കുറച്ച് സമയത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കെട്ടി വെച്ച് പൊതിച്ചോറ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിക്കാൻ പോവാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അടിപൊളി സ്മെല്ല്. വാഴയുടെ ഇലയിൽ ആ ചോറും ഉപ്പേരിയും എല്ലാം കൂടെ ഇങ്ങനെ മിക്സായി വന്നിട്ടുള്ളൊരു മണം. അതാണ്
ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ പൊതിച്ചോറിൻ്റെ ടേസ്റ്റ്. ഈ പൊതിച്ചോറ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പണ്ട് സ്കൂളിൽ ഒരുമിച്ചിരുന്ന് കഴിച്ച സുഹൃത്തുക്കളെയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ പൊതിച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിതാ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പയറും ചീരയും ചമ്മന്തിയും എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ അടിപൊളി ടേസ്റ്റ്. കൂടെ നമ്മൾ മുട്ട പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും പറ്റുകയാണെങ്കിൽ ഒരു പൊതിച്ചോറുണ്ടാക്കി കഴിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.